നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. നാം ഇതുവരെ ജ്ഞാനപ്പാനയാണ് പഠിക്കാൻ ശ്രമിച്ചത്. അത് സമ്പൂർണമായി. ഇന്നു മുതൽ നമുക്ക് ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കാം, ശ്രദ്ധിക്കാം. ശ്ലോകങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, വിവരണങ്ങൾ എല്ലാം എൻ്റെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള ഒരു എളിയ ശ്രമത്തിലാണ് ഞാൻ. ഭഗവത്ഗീത 18 അധ്യായങ്ങളോടുകൂടി വലിയൊരു ദൗത്യമാണ് നമ്മൾ തുടങ്ങുന്നത്. ഗീത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുമിത്രാദികളെ ഓട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന അർജുനൻ അവരെ കാണുമ്പോൾ യുദ്ധം ചെയ്യാനാകാതെ അവരെയൊക്കെ ഞാൻ എങ്ങനെയാണ് യുദ്ധത്തിൽ നേരിടുക എന്ന് ചിന്തിച്ച് തേർത്തട്ടിൽ വിഷണ്ണനായി തളർന്നിരിക്കുന്ന അർജുനനെ ഉപദേശിക്കുന്നതാണ് കൃഷ്ണൻ. കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞ്, ഉദാഹരണ സഹിതം പറഞ്ഞ്, ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് അർജുനൻ്റെ ദുഃഖം മാറ്റി തിരിച്ച് അപ്പോഴത്തെ പ്രവൃത്തിയിലേക്ക്, യുദ്ധത്തിലേക്ക് സന്നദ്ധനാക്കി തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഗീത ഉപദേശം. ആ ഗീത ഉപദേശത്തിലൂടെ തൻ്റെ ബന്ധുമിത്രാദികളെ എതിർക്കാൻ കഴിയാത്ത അർജുനനെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഭഗവാന്റെ വചനങ്ങളായി നാം ഗീതയിൽ കാണുന്നത്. ഓരോ കാര്യങ്ങൾക്കും ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് സാമൂഹിക ജീവിതവുമായി നമ്മുടെ ഭഗവത്ഗീത എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ശ്രീമദ് ഭഗവത്ഗീത എന്ന ഒരു അന്വേഷണമാണ് നമ്മുടെ ഈ യാത്ര. നമ്മുടെ ഈ ഗീത ക്ലാസ്സെന്നോ ചർച്ചയെന്നോ എന്തുവേണമെങ്കിലും പറയാം. അതിനെ ഗീതാ ഹൃദയം എന്നാണ് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാം സ്വീകാര്യമാകുമെന്ന് കരുതുന്നു. ഇതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഗീത ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൈവായിട്ട് ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലുകയും അതിൻ്റെ അർത്ഥം പറയുകയും സാഹചര്യങ്ങൾ അങ്ങനെ ഒരു വിവരണമായി പറഞ്ഞിട്ടുണ്ട് മുമ്പ്. 2021 അത് നിർത്തി. ഇപ്പോൾ വീണ്ടും ഗീതയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും സഹകരിച്ച് സശ്രദ്ധം വീക്ഷിച്ച് പഠിച്ച് ഒരു ദിവസം ഒരു ശ്ലോകം എന്ന രീതിയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഒരു ശ്ലോകം പറയുകയും അതിൻ്റെ അർത്ഥവും ആ സന്ദർഭവും പറയുകയും നമ്മുടെ ജീവിതവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ട് പോകുന്നു എന്നൊരു വിവരണം കൂടെ തരാൻ, അങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് എല്ലാം നന്നായി വരുവാനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഗീതാ മഹാത്മ്യത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം, ശ്രദ്ധിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഗീതാമഹാത്മ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിദേവി ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയും കൃഷ്ണൻ അതിൻ്റെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഭൂമിദേവി കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവന് ചാഞ്ചല്യമില്ലാത്ത ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഭൂമിദേവി ചോദിച്ച ചോദ്യത്തിന് ഭഗവാൻ പറയുന്നതാണ് ഭഗവത്ഗീത, ഗീതാ മഹാത്മ്യം. ഭഗവാൻ പറഞ്ഞു, പ്രാരബ്ധം അനുഭവിക്കുന്നവനാണെങ്കിലും ഗീതാ പഠനത്തിൽ സദാ തൽപരനാണെങ്കിൽ അവൻ സുഖിയും മുക്തനുമായി തീരും. കർമ്മം അവനെ ബാധിക്കുന്നില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവത്ഗീത
ദിനവും പാരായണം ചെയ്യുന്നവനാണെങ്കിൽ അവനെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. വീണ്ടും തുടർന്ന് പറയുന്നത്, താമരയിലയിൽ ജലം എങ്ങനെ പറ്റിക്കിടക്കുന്നുവോ അതുപോലെ ഗീതാധ്യാനം ചെയ്യുന്നവനെ മഹാപാപം തുടങ്ങിയ പാപങ്ങളൊന്നും സ്പർശിക്കുന്നില്ല. മാത്രമല്ല, ഗീതാ പുസ്തകം ഉള്ളയിടത്തും ഗീതാ പഠനം നടക്കുന്നയിടത്തും പ്രയാഗാദി സകല തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട്. എന്താണ്, ഗീത നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്നെങ്കിൽ ആ പ്രയാഗയുടെ സാന്നിധ്യം വരെ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. ഗീതാ പഠനം നടക്കുന്നിടത്ത് എല്ലാ ദേവന്മാരുടെയും ഋഷിമാരുടെയും യോഗികളുടെയും സർപ്പ ദേവതകളുടെയും ഗോപന്മാരുടെയും ഗോപികമാരുടെയും നാരദൻ ഉദ്ധവൻ തുടങ്ങിയ പാർഷദന്മാരുടെയും സഹായമുണ്ടാകുന്നു. ഇത്രയും ഗീതയുടെ മഹാത്മ്യങ്ങളാണ്. അല്ലയോ ഭൂമിദേവി, ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ഗീതാ വിചിന്തനം നടത്തുകയും ചെയ്യുന്നിടത്ത് ഞാൻ എപ്പോഴും വസിക്കുന്നു. ആര്? ഭഗവാൻ. ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നിടത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും, എൻ്റെ സാന്നിധ്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീതയെ ആശ്രയിച്ച് ഞാൻ സ്ഥിതി ചെയ്യുന്നു, അതെൻ്റെ ഉത്തമ ഗൃഹമാകുന്നു. ഗീതജ്ഞാനത്തെ ആശ്രയിച്ച് ഞാൻ 3 ലോകങ്ങളെയും രക്ഷിക്കുന്നു. എന്തൊക്കെയാണ് മഹാത്മ്യങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീതയെ കണ്ടിട്ട് തുറന്നു പോലും നോക്കാത്ത ആൾക്കാരുണ്ടോ? ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞതിൽ നമുക്കൊരു പങ്കുണ്ട്. ഗീത എൻ്റെ ബ്രഹ്മസ്വരൂപമായ പരമവിദ്യയാകുന്നു. അർദ്ധരാത്രയാകുന്ന അക്ഷരത്തോടു കൂടിയതും അർദ്ധ മാത്രമാകുന്ന അക്ഷരത്തോടു കൂടിയതും ശാശ്വതവും എൻ്റെ അനിർവാച്യമായ സ്ഥാനത്തോടു കൂടിയതുമാണ് ഗീത. അങ്ങനെ ഭഗവാൻ വളരെ വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനാൽ നേരിട്ട് അർജുനന് ഉപദേശിക്കപ്പെട്ട ഗീത പരമാനന്ദപ്രദവും തത്വജ്ഞാനയുക്തവുമാകുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഗീതയിൽ പരിഹാരം പറയുന്നുണ്ട്. എന്ത് ദുഃഖമുണ്ടെങ്കിലും അതിൽ ഗീതയിൽ പരിഹാരമുണ്ട്. ഏതൊരാൾ നിശ്ചല മനസ്സോടെ 18 അധ്യായങ്ങളും നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ ജ്ഞാനസിദ്ധി നേടി പരമപദത്തെ പ്രാപിക്കുന്നു. ഒരു മുടക്കവുമില്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഗീതയിൽ 18 അധ്യായങ്ങളാണ്. ഈ 18 അധ്യായങ്ങളും സമ്പൂർണ്ണമായ ഗീത പാരായണം ചെയ്യുന്ന ഒരാൾ പരമപദം ലഭിക്കുന്നു, മോക്ഷം ലഭിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീത മുഴുവൻ പാരായണം ചെയ്യുവാനാവാതെ വന്നാൽ പകുതിയെങ്കിലും പാരായണം ചെയ്യണം. അപ്പോൾ ഗോദാനം ചെയ്ത ഫലം ലഭിക്കുന്നതാണ്. ഗീത പകുതിയെങ്കിലും പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഗോദാനം, പശുവിനെ ദാനം ചെയ്യുന്ന, പണ്ടത്തെ ഇപ്പോഴത്തെ സാഹചര്യമല്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ ഗോദാനം, ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യുക, വസ്ത്രദാനം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഗോദാനം ചെയ്യുന്നതിൻ്റെ ഫലമാണ് കിട്ടുക. 1/3 പാരായണം ചെയ്യുന്നവന് ഗംഗാ സ്നാനത്തിൻ്റെ ഫലം, 1/6 ഭാഗം പഠിക്കുന്നവന് സോമയാഗത്തിൻ്റെ ഫലവും ലഭിക്കുന്നതാണ്. ഏതൊരാൾ ഗീതയിലെ ഒരു അധ്യായം ഭക്തിയോടെ നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ രുദ്രലോകം പ്രാപിച്ച് ശിവഗണങ്ങളിലൊന്നായി ദീർഘകാലം അവിടെ വസിക്കും. ഓർത്തു നോക്കൂ നിങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളാണ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൃഷ്ണൻ ഭൂമിദേവിയുടെ ഒരേ ഒരു ചോദ്യത്തിനാണ് ഇത്രയും വിശദമായി ഉത്തരങ്ങൾ പറയുന്നത്. അല്ലയോ ഭൂമിദേവി, ഗീതയിലെ ഒരു അധ്യായം, ഒരു ശ്ലോകമോ ഒരു ശ്ലോകപദമോ പതിവായി പാരായണം ചെയ്യുന്നവന് മന്വന്തര അവസാനം ഒരു മനുഷ്യജീവിതം തന്നെ ലഭിക്കും. ഗീതയിലെ 10, 7, 5, 4, 3, 2, 1 ശ്ലോകമോ കുറഞ്ഞ പക്ഷം പകുതി ശ്ലോകമെങ്കിലുമോ പഠിക്കുന്നവൻ ചന്ദ്രലോകത്തിൽ 10,000 വർഷം വസിക്കുന്നു. ഗീത പഠിക്കുന്നവന് ഉത്തമ മുക്തിയും ഗീത എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവന് സദ്ഗതിയും ലഭിക്കുന്നു.
മഹാപാപം ചെയ്തവനായാലും ഗീത അർത്ഥ തൽപരനായാൽ വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണുവിനോട് ചേർന്ന് ആനന്ദിക്കും. പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗീതാർത്ഥത്തെ എന്നും ധ്യാനിക്കുന്നവൻ ജീവൻ മുക്തനാണ്. അവൻ മരണശേഷം പരമപദം പ്രാപിക്കും. ജനകാദികളായ അനേകം രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ച് പാപമകന്നവരായി പരമപദം പ്രാപിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗീത വായിച്ചിട്ട് ഗീത മാഹാത്മ്യം ചൊല്ലാതിരുന്നാൽ അത് നിഷ്ഫലമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാഹാത്മ്യത്തോടുകൂടി ഗീത പാരായണം ചെയ്യുന്നവൻ തൽഫലമായി ദുർലഭമായ പദത്തെ പ്രാപിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് ഗീതാ മാഹാത്മ്യം ശ്ലോകങ്ങളാണ്, അതിൻ്റെ അർത്ഥങ്ങളാണ് പറഞ്ഞത്. ഭൂമിദേവി ചോദിച്ച ഒരു ശ്ലോകമാണ്. ബാക്കി പറഞ്ഞതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിദേവിക്ക് കൊടുത്ത ഉത്തരങ്ങൾ പല ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങൾ ചൊല്ലിയില്ല എങ്കിലും ഗീതാ മഹാത്മ്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പങ്കുവച്ചത്. ഗീത വായിക്കുന്നതിന് മുമ്പ്, ഗീത പഠിക്കുന്നതിന് മുമ്പ് ഗീതാ മഹാത്മ്യം വായിക്കുന്നത് വളരെ നല്ലതാണ്. ഗീത സമ്പൂർണ്ണമായി പാരായണം ചെയ്ത് കഴിഞ്ഞാലും ഗീതാ മഹാത്മ്യം നമുക്ക് ചില ചെറിയ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ട് ഗീതകളുടെ കൂടെ തന്നെ ഗീതാ മഹാത്മ്യമുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഒരു ഈ ചെറിയ ഭഗവത്ഗീത, ഇതിനകത്ത് ഗീത തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗീതാ മഹാത്മ്യം കൊടുത്തിട്ടുണ്ട്. വേറെ ഞാൻ നാളെ മുതൽ ഗീതയുടെ ഒരു ശ്ലോകം പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരുന്നത് ആചാര്യ ശ്രീ രാജേഷിൻ്റെ വേദവിദ്യാ പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുള്ള യഥാർത്ഥ ഭഗവത്ഗീത എന്നൊരു പുസ്തകമുണ്ട്. അതിനെ ആശ്രയിച്ച് അത് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പങ്കുവയ്ക്കുന്നത്. ആ പുസ്തകം ഇതാണ്, യഥാർത്ഥ ഭഗവത്ഗീത. അദ്ദേഹം നല്ലൊരു വിവരണമാണ്, നല്ലൊരു ഭാഷ്യമാണ് ആചാര്യ ശ്രീ രാജേഷ് കൊടുത്തിരിക്കുന്നത്. വേറെയും ഗീത ഇവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുട്ടികളുടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഓരോ ശ്ലോകത്തിൻ്റെയും കറക്റ്റ് മലയാളം തർജ്ജമ, അതിൻ്റെ അർത്ഥം, വിവരണം, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാം വായിച്ചിട്ട് ഒരു ക്രോഡീകരിച്ച രൂപമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ മുതൽ നമുക്ക് ഗീതാഹൃദയം ആരംഭിക്കാം. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഏവർക്കും സുദിനം.